അങ്ങനെ ഫൈനലി നമ്മൾ ഈ ജന്മത്തിലെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള ശാപപാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട് പുണ്യക്ഷേത്രമായിട്ടുള്ള രാമേശ്വരം അമ്പലത്തേക്ക് പോവാണ്. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചിട്ട അനുസരിച്ചിട്ട് ആദ്യം ഇവിടുത്തെ അഗ്നിതീർത്ഥത്തിൽ 3 വട്ടം മുങ്ങിക്കുളിക്കുക വേണ്ടത്. അതിനുശേഷമാണ് ക്ഷേത്രത്തിനകത്തുള്ള 22 തീർത്ഥ കിണറുകളിലെ ജലം ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുക. രാമേശ്വരം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെയായിട്ടുള്ള പവിത്രമായിട്ടുള്ള കടൽ തീരാണ് അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നത്. പാപമോചനത്തിനായിട്ട് ഭക്തർ പുണ്യസ്നാനം ചെയ്യുന്ന സ്ഥലമാണിത്. ഇതിന് പിന്നിലൊരു ഐതിഹ്യം ഉണ്ട് കേട്ടാ. സീതാദേവി അഗ്നിപരീക്ഷ ജയിച്ച കഥ നമുക്കറിയാലോ. അത്രയും പരിശുദ്ധിയായിട്ടുള്ള സീതാദേവിനെ സ്പർശിച്ചേല് പാപബോധം ഉണ്ടായിട്ടുള്ള അഗ്നിദേവൻ തന്റെ പാപം കഴുകി കളയാൻ ഈ കടൽ തീരത്ത് തപസ് അനുഷ്ഠിച്ച് മോക്ഷം ലഭിച്ച സ്ഥലം എന്ന പേരിലാണ് ഈ സ്ഥലം അഗ്നിതീർത്ഥം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്നു പോണത്. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് പുണ്യം കിട്ടിയ പോലൊരു ഫീലാണ്. അഗ്നിതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ക്ഷേത്രത്തിനകത്തുള്ള 22 തീർത്ഥ കിണറുകളിൽ കുളിക്കാൻ വേണ്ടിയാണ് പോവുക. പിന്നെ ഇവിടെ റൂമൊക്കെ എടുത്തിട്ടുള്ളവർക്ക് വേറെ ഡ്രസ്സ് കൈപിടിക്കേണ്ട ആവശ്യമില്ല. റൂമിൽ പോയി ഡ്രസ്സ് മാറ്റി വരാനൊക്കെ പറ്റും. അല്ലാത്തവര് ആണെങ്കിൽ എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സൊക്കെ കൈപിടിക്കേണ്ടി വരും. കാരണം ഡ്രസ്സ് മാറ്റാനായിട്ട് ഇവിടെ ഒരു ഏരിയ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. നനഞ്ഞ ഡ്രസ്സോടുകൂടി ക്ഷേത്രത്തിനുള്ളിലേക്ക് തൊഴാൻ പോകാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു ജോഡി ഡ്രസ്സ് കൈപിടിച്ച് വരണമെന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത റൂമുള്ളവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. റൂമിൽ പോയി ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് വന്നാൽ മതി. ഇവിടെ കുളിച്ചതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്തുള്ള 22 പുണ്യതീർത്ഥ കിണറുകളിൽ കുളിക്കാൻ വേണ്ടി പോവാണ്. രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ ഇവിടെ എത്തി തന്റെ അമ്പുകൾ കൊണ്ട് ഭൂമി പിളർന്നിട്ടാണ് ഈ 22 പുണ്യതീർത്ഥ കിണറുകൾ ഉണ്ടാക്കിയെന്നാണ് ഒരു വിശ്വാസം. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനുള്ളിലെ ജലത്തിന് കടലിനോട് തൊട്ടടുത്താർന്നിട്ട് കൂടി ഉപ്പ് രസമില്ല. ഓരോ നിലയും ജലത്തിന് ഡിഫറെന്റ് ടേസ്റ്റും ഡിഫറെന്റ് ടെമ്പറേച്ചറും ആണ്. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഈ പുണ്യസ്നാനം ചെയ്യാൻ പറ്റും. ഓരോരോ ഗ്രൂപ്പുകളായിട്ട് കുറേ പേരുണ്ടാവും. നമ്മൾ നോർമൽ 25 രൂപയുടെ ടിക്കറ്റ് ആണ് കേട്ടോ എടുത്തത്. ഗൈഡുകൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 150-200 രൂപ വരെയൊക്കെ കൊടുക്കേണ്ടി വരും ഒരാൾക്ക്. നനഞ്ഞിട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് തൊഴാൻ കയറാൻ പറ്റില്ല. വേറെ നല്ല ഡ്രസ്സ് ഇട്ടതിന് ശേഷമാണ് തൊഴാൻ കയറാൻ അവർ സമ്മതിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ അടുത്ത റൂമുള്ളതുകൊണ്ട് തന്നെ റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നിട്ടൊക്കെയാണ് തൊഴാൻ കയറിയത്. അപ്പൊ അമ്പലത്തിനുള്ളിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.